നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് പീരുമേടിനെക്കുറിച്ചാണ്. ഇത് വെറുമൊരു നിയോജകമണ്ഡലത്തിന്റെ കണക്കെടുപ്പല്ല, മറിച്ച് ഇവിടത്തെ മണ്ണിന്റെ, മനുഷ്യരുടെ രാഷ്ട്രീയ ഹൃദയമെടുപ്പും മനസ്സിലാക്കാനുള്ളൊരു ശ്രമമാണ്. തിരഞ്ഞെടുപ്പ് കണക്കുകൾക്കപ്പുറം എങ്ങനെ ഒരു ജനകീയ ഭരണത്തിനുള്ള രൂപരേഖ തയ്യാറാക്കാമെന്ന് നമുക്ക് ഒരുമിച്ച് നോക്കാം. പീരുമേടിനെ ശരിക്കും അറിയണമെങ്കിൽ നമ്മൾ ആദ്യം അവിടുത്തെ മണ്ണിനെ അറിയണം. പശ്ചിമഘട്ടത്തിന്റെ മടിത്തട്ടിൽ കിടക്കുന്ന ഈ ഹൈറേഞ്ച് ഭൂമി, ഇവിടുത്തെ ഓരോ കുടുംബത്തിന്റെയും ജീവിതം തോട്ടങ്ങളുമായി കെട്ടുപിണഞ്ഞു കിടക്കുന്നു. തേയിലയുടെയും ഏലത്തിന്റെയും ഗന്ധമുള്ള കാറ്റാണ് സത്യം പറഞ്ഞാൽ ഇവിടുത്തെ രാഷ്ട്രീയത്തിന്റെ ഗതി നിർണയിക്കുന്നത് പോലും. ഈ ഭൂപ്രകൃതി തന്നെയാണ് ഇവിടുത്തെ ജനങ്ങളുടെ പ്രതീക്ഷയും അതേസമയം അവരുടെ ഏറ്റവും വലിയ ആശങ്കയും. അപ്പോ ഈ ഒരു വിശകലനത്തില് നമ്മൾ 6 പ്രധാന ഭാഗങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത്. പീരുമേടിന്റെ ഹൃദയമിടിപ്പ് തൊട്ടറിഞ്ഞു തുടങ്ങും, പിന്നെ ഡാറ്റ നൽകുന്ന സൂചനകൾ നമ്മൾ പരിശോധിക്കും, ജനവിധിയുടെ ഉള്ളറകളിലേക്ക് കടന്നു ചെല്ലും, അവസാനം യഥാർത്ഥ ഭരണത്തിനായുള്ള ഒരു വ്യക്തമായ രൂപരേഖയിൽ നമ്മൾ എത്തിച്ചേരും. ശരി, അപ്പം നമുക്ക് തുടങ്ങാം. ഏതൊരു രാഷ്ട്രീയ വിശകലനവും തുടങ്ങേണ്ടത് അക്കങ്ങളിൽ നിന്നല്ല, മനുഷ്യരിൽ നിന്നാണ്. അതുകൊണ്ട് നമുക്ക് പീരുമേടിന്റെ ഹൃദയത്തുടിപ്പൊന്ന് കേട്ടുനോക്കാം. ഇവിടുത്തെ സാധാരണക്കാരുടെ ദൈനംദിന ജീവിതം എന്താണ്? അവർ നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ്? ഇവിടുത്തെ സമ്പദ്വ്യവസ്ഥയുടെ നട്ടെല്ല് അത് തോട്ടങ്ങളാണ്. തേയില, ഏലം, കുരുമുളക്. പക്ഷെ ഒരു കാര്യം ആലോചിച്ചു നോക്കൂ, ലണ്ടനിലോ ന്യൂയോർക്കിലോ വില കുറയുമ്പോൾ അതിന്റെ ആഘാതം വരുന്നത് പീരുമേട്ടിലെ ഒരു സാധാരണ കർഷകന്റെ അടുക്കളയിലാണ്. അതിന്റെ കൂടെ 6-7% വരുന്ന പണപ്പെരുപ്പം കൂടിയാകുമ്പോൾ ഓരോ കുടുംബത്തിന്റെയും ബഡ്ജറ്റ് താളം തെറ്റുകയാണ്. ഇനി ഞാനൊരു കണക്ക് കാണിക്കാം. 3177. ഒറ്റനോട്ടത്തിൽ ഇത് നല്ലതാണെന്ന് തോന്നാം. കേരളത്തിലെ മറ്റ് പല സ്ഥലങ്ങളെയും അപേക്ഷിച്ച് ഇവിടെ ഇന്ന് വിദേശത്തേക്ക് പോകുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. പക്ഷേ ഇതൊരു നല്ല വാർത്തയാണോ? അല്ല. ഇതൊരു അപകടകരമായ നിശ്ചലാവസ്ഥയുടെ സൂചനയാണ്. നമ്മുടെ ചെറുപ്പക്കാർക്ക് വലിയ സ്വപ്നങ്ങൾ കാണാനും വളരാനുമുള്ള അവസരങ്ങൾ ഇവിടെ കുറവാണെന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണിത്. ശരി, ജനങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നമുക്കിനി നേരെ തിരഞ്ഞെടുപ്പിലെ കണക്കുകളിലേക്ക് വരാം. കാരണം ഈ അക്കങ്ങൾ വെറും നമ്പലുകളല്ല, ജനങ്ങൾ നമുക്ക് നൽകുന്ന വളരെ വ്യക്തമായ സൂചനകളാണ്. അവരെന്താണ് നമ്മളോട് പറയാൻ ശ്രമിക്കുന്നതെന്ന് നോക്കാം. ഒരു തിരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഖ്യ ഏതാണ്? ഭൂരിപക്ഷം, അല്ലേ? ഇവിടെ അത് വെറും 1.4%, അതായത് 1800-ൽ പരം വോട്ടുകൾ മാത്രം. ഇതിനെ നമുക്കൊരു ഗംഭീര വിജയമെന്ന് വിളിക്കാൻ പറ്റുമോ? അതോ ശ്രദ്ധിക്കണം എന്ന് ജനം നൽകുന്ന ഒരു മുന്നറിയിപ്പായി കാണണോ? ഈ ജനവിധി ഒരു അധികാര പ്രഖ്യാപനമല്ല, മറിച്ച് ഒരു സംഭാഷണത്തിനുള്ള ക്ഷണമാണ്, എപ്പോൾ വേണമെങ്കിലും മാറിമറിയാവുന്ന ഒന്ന്. ഇനി ഈ കണക്ക് നോക്കൂ. ഏകദേശം 27%. 4-ൽ-1 വോട്ട് ചെയ്യാൻ പോയിട്ടില്ല. ഇത് വെറും മടിയല്ല, ഇതൊരു നിശബ്ദ പ്രതിഷേധമാണ്. നിലവിലെ രാഷ്ട്രീയത്തിൽ വിശ്വാസമില്ലാത്ത ഒരു വലിയ വിഭാഗം. പക്ഷേ ശരിയായൊരു ബദൽ വന്നാൽ, ശരിയായ നേതൃത്വം വന്നാൽ കൂടെ നിൽക്കാൻ തയ്യാറുള്ള ഒരു വലിയ വിഭാഗം ജനത ഇവിടെയുണ്ട്. പീരുമേടിന്റെ സാമൂഹിക ഘടന പല നൂലുകൾ കൊണ്ട് നെയ്തൊരു മനോഹരമായ പരവതാനി പോലെയാണ്. ഹിന്ദു, ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കാണ് അംഗബലം കൂടുതൽ. പക്ഷേ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഏകദേശം 23.7% വരുന്ന പട്ടികജാതി വിഭാഗത്തിന്റെ സാന്നിധ്യമാണ്. അവരുടെ ശബ്ദം കേൾക്കാതെ, അവരെ ചേർത്ത് പിടിക്കാതെ പീരുമേട്ടിലെ ഒരു രാഷ്ട്രീയ വിജയവും പൂർണ്ണമാകില്ല. ആ ഇഞ്ചോടിഞ്ച് മത്സരത്തിനു പിന്നിലെ യഥാർത്ഥ കാരണം എന്തായിരുന്നു? നമ്മൾ പലപ്പോഴും സ്ഥാനാർത്ഥികളുടെ മുഖങ്ങളിലാണ് ശ്രദ്ധ കൊടുക്കുന്നത്, എന്നാൽ യഥാർത്ഥ ഉത്തരം അതിനുമപ്പുറത്താണ്. അതുകൊണ്ട് നമുക്ക് സ്ഥാനാർത്ഥികളെ മാറ്റി നിർത്തി ഇതിനു പിന്നിൽ പ്രവർത്തിച്ച രാഷ്ട്രീയ സംവിധാനങ്ങളെ ഒന്ന് സൂക്ഷ്മമായി പരിശോധിക്കാം. ഇടതുമുന്നണി സ്ഥാനാർത്ഥി വാഴൂർ സോമന്റെ വിജയത്തിനു കാരണം പാർട്ടിയുടെ ശക്തമായ കേഡർ സംവിധാനവും സംസ്ഥാന ഭരണത്തിന്റെ പിൻബലവുമായിരുന്നു. അതേസമയം മറുഭാഗത്ത് സിറിയാക് തോമസ് വർഷങ്ങളുടെ പ്രവർത്തന പരിചയവും വ്യക്തിബന്ധങ്ങളുമുള്ള ഒരു മുതിർന്ന നേതാവായിരുന്നു. അപ്പോഴിത് ഒരു വ്യക്തിയുടെ വിജയമോ പരാജയമോ അല്ല, മറിച്ച് 2 വ്യത്യസ്ത രാഷ്ട്രീയ സിസ്റ്റങ്ങൾ തമ്മിലുള്ള ഒരു മത്സരമായിരുന്നു. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന പാഠമുണ്ട്. തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ വ്യക്തികളുടെ ജയപരാജയങ്ങളല്ല, രാഷ്ട്രീയ സംവിധാനങ്ങളുടെ പ്രകടനമാണ്. ഇതിനെ വസ്തുനിഷ്ഠമായി വിലയിരുത്തുമ്പോഴാണ് ജനാധിപത്യം കൂടുതൽ ശക്തമാകുന്നത്. നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്നതും അതാണ്. വസ്തുതകളെ അടിസ്ഥാനമാക്കിയുള്ള അന്തസ്സുള്ള ഒരു പൊതുസംഭാഷണം. അവിടെ നമ്മൾ വ്യക്തികളെ ആക്രമിക്കുകയല്ല, ആശയങ്ങളെയും പ്രവർത്തനങ്ങളെയുമാണ് വിലയിരുത്തേണ്ടത്. ആ തിരഞ്ഞെടുപ്പ് സമയത്ത് ജനങ്ങളുടെ മനസ്സിൽ പ്രധാനമായും 4 ആശങ്കകളാണ് കത്തിയിരുന്നത്. 1. പിടിച്ചു നിർത്താനാവാത്ത വിലക്കയറ്റം. 2. ഗൾഫിൽ നിന്ന് സ്വപ്നങ്ങൾ പാതിവഴിയിൽ ഉപേക്ഷിച്ചു മടങ്ങിയെത്തിയ മക്കളുടെ ഭാവിയെക്കുറിച്ചുള്ള ആധി. 3.
രാത്രിയായാൽ വീടിന് പുറത്തിറങ്ങാൻ ഭയമാണ്. ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന വന്യമൃഗങ്ങൾ. നാലാമത്തത് ഒരു മനോഭാവത്തിലെ വലിയ മാറ്റമാണ്. ജനങ്ങൾക്കിനി സൗജന്യങ്ങളല്ല വേണ്ടത്, സ്വന്തം കാലിൽ നിൽക്കാനുള്ള അവസരങ്ങളാണ്. അവർ സഹായമല്ല, വളർച്ചയാണ് ആവശ്യപ്പെടുന്നത്. യഥാർത്ഥ ഭരണം നടക്കുന്നത് തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിൽ മാത്രമല്ല, ഓരോ പഞ്ചായത്തിലുമാണ്. ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ അറിയണമെങ്കിൽ നമ്മൾ താഴെത്തട്ടിലേക്ക്, ഓരോ പഞ്ചായത്തിലേക്കും ഇറങ്ങിച്ചെല്ലണം. നമുക്ക് പീരുമേടിലെ പ്രധാന പഞ്ചായത്തുകളിലൂടെ ഒന്ന് യാത്ര ചെയ്യാം. നമ്മുടെ യാത്ര തുടങ്ങുന്നത് കൊക്കയാറിൽ നിന്നാണ്. 2021 ആ ദുരന്തത്തിന്റെ ഓർമ്മകൾ ഇന്നും മായാത്ത ഒരു നാട്. ഇവിടെയുള്ളവരെ സംബന്ധിച്ച് ഭരണമെന്നത് കേവലം വികസനമല്ല, അതിജീവനമാണ്. 53 കുടുംബങ്ങൾ 2021 ഒറ്റ രാത്രി കൊണ്ടവർക്ക് വീട് നഷ്ടപ്പെട്ടു. അവരിന്നും ചോദിക്കുന്നത് ഒരൊറ്റ കാര്യമാണ്: ഞങ്ങൾക്ക് പേടിയില്ലാതെ ഉറങ്ങാൻ ഒരിടം തരുമോ? തകർന്ന പാലങ്ങളും റോഡുകളും അവരുടെ ജീവിതത്തെ ഒറ്റപ്പെടുത്തിക്കളഞ്ഞു. കൊക്കയാറിലെ ജനങ്ങളെ സംബന്ധിച്ച് ഭരണമെന്നാൽ തലയ്ക്കു മുകളിൽ ഒരു മേൽക്കൂരയും നടന്നുപോകാനൊരു വഴിയുമാണ്. അത്രമാത്രം. ശരി, ദുരന്തഭൂമിയിൽ നിന്ന് നമുക്കിനി പീരുമേടിന്റെ സാമ്പത്തിക ഹൃദയത്തിലേക്ക്, അതായത് വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ കുമളിയിലേക്കും പീരുമേടിലേക്കും പോകാം. ഇവിടെ നമ്മൾ കാണുന്നത് വലിയൊരു വിരോധാഭാസമാണ്. ടൂറിസം വഴി ധാരാളം പണം വരുന്നുണ്ട്, പക്ഷെ ആ പണം സാധാരണക്കാരുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നില്ല. അനധികൃത കെട്ടിടങ്ങൾ, മാലിന്യ കൂമ്പാരങ്ങൾ, പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ. ഏറ്റവും സങ്കടകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, സാധാരണക്കാർ ആശ്രയിക്കുന്ന സർക്കാർ ആശുപത്രിയിലെ ലക്ഷങ്ങൾ വിലയുള്ള MRI മെഷീൻ പ്രവർത്തിപ്പിക്കാൻ ആളില്ലാതെ വെറുതെ തുരുമ്പെടുത്ത് നശിക്കുന്നു. ഇനി നമ്മൾ പോകുന്നത് ഏലപ്പാറ, ചക്കുവള്ളം പഞ്ചായത്തുകളിലെ ആദിവാസി ഊരുകളിലേക്കാണ്. ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു വേദനയാണ്. സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും വർഷമായിട്ടും റോഡും വെളിച്ചവും നല്ലൊരു വീടും ഒരു സ്വപ്നമായി കൊണ്ടുനടക്കുന്ന ഒരു ജനത. കാലഹരണപ്പെട്ട ഒരു റേഷൻ കാർഡ് കാരണം കുട്ടികൾക്ക് ആവശ്യത്തിന് ഭക്ഷണം കിട്ടാത്ത അവസ്ഥ. ഇത് തെരഞ്ഞെടുത്ത വാഗ്ദാനങ്ങളുടെ മാത്രം കഥയല്ല, ഒരു സമൂഹം എന്ന നിലയിൽ നമ്മുടെ എല്ലാം പരാജയത്തിന്റെ കഥ കൂടിയാണ്. പക്ഷേ ഇത്രയും പ്രശ്നങ്ങൾ കേട്ട് നമ്മൾ നിരാശപ്പെടേണ്ട കാര്യമില്ല. കാരണം ഓരോ പ്രശ്നത്തിലും ഒരു പരിഹാരത്തിനുള്ള സാധ്യത ഒളിഞ്ഞുകിടപ്പുണ്ട്. കൃത്യമായ ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ നമുക്കൊരു പ്രവർത്തന പദ്ധതി, ഒരു ബ്ലൂ പ്രിന്റ് തയ്യാറാക്കാൻ സാധിക്കും. ഈ പ്രശ്നങ്ങളെ അവസരങ്ങളാക്കി മാറ്റുന്ന ഒരു രൂപരേഖ. ഈ രൂപരേഖയെ നമുക്ക് ചതുർമുഖ സിദ്ധാന്തമെന്ന് വിളിക്കാം. അതായത് ഭരണത്തിന് 4 മുഖങ്ങൾ വേണം. ഒന്നാമത്തെ മുഖം ശിവന്റേതാണ്. ഭരണകൂടത്തിന്റെ വീഴ്ചകളെ വസ്തുതകൾ നിരത്തി ശക്തമായി ചോദ്യം ചെയ്യണം. രണ്ടാമത്തേത് വിഷ്ണുവിന്റേതാണ്. ജനങ്ങൾക്ക് സ്ഥിരതയും സുരക്ഷയും ഉറപ്പു നൽകണം. മൂന്നാമത്തേത് ബ്രഹ്മാവിന്റേതാണ്. പുതിയ ആശയങ്ങളും ഒരു നല്ല ഭാവിയും മുന്നോട്ടു വയ്ക്കണം. നാലാമത്തേത് ദുർബയുടേതാണ്. സമൂഹത്തിലെ ഏറ്റവും ദുർബലരായവരെ നെഞ്ചോട് ചേർത്ത് പിടിക്കണം, സംരക്ഷിക്കണം. അപ്പോ ഈ വലിയ തന്ത്രം എങ്ങനെയാണ് നമ്മൾ സാധാരണക്കാരിലേക്ക് എത്തിക്കുക? ഓരോ വിഭാഗം ജനങ്ങൾക്കും വേണ്ടത് പ്രത്യേകം പരിഗണനയാണ്. യുവാക്കൾക്ക് നല്ല ജോലി, സ്ത്രീകൾക്ക് സുരക്ഷയും സ്വയം പര്യാപ്തതയും, കർഷകർക്ക് ന്യായവിലയും വായ്പാ സൗകര്യവും, ആദിവാസി ദളിത് വിഭാഗങ്ങൾക്ക് അവരുടെ അടിസ്ഥാന അവകാശങ്ങളും. ഓരോരുത്തരുടെയും പ്രശ്നം എന്താണെന്ന് കൃത്യമായി അറിഞ്ഞ് അവർക്ക് വേണ്ട പരിഹാരം നൽകണം. ജനങ്ങളുടെ വിശ്വാസം പെട്ടെന്ന് നേടിയെടുക്കാൻ ഉടനടി ചെയ്യാൻ കഴിയുന്ന 3 കാര്യങ്ങളുണ്ട്. 1. പീരുമേട് ടൗണിലെ കുടിവെള്ള പ്രശ്നത്തിന് ഒരു ശാശ്വത പരിഹാരം. 2. യാത്ര നരകതുല്യമാക്കുന്ന റോഡുകൾ നന്നാക്കാൻ ഒരു 100 ദിന കർമ്മപദ്ധതി. 3. കർഷകരെ ഇടനിലക്കാർ ചൂഷണം ചെയ്യാതെ അവർക്ക് ന്യായവില ഉറപ്പാക്കുന്ന ഒരു വ്യാപാര കേന്ദ്രം. ഈ 3 കാര്യങ്ങൾ നടന്നാൽ ജനങ്ങൾക്ക് ഭരണത്തിലുള്ള വിശ്വാസം തിരികെ വരും. അങ്ങനെ നമ്മൾ ഈ വിശകലനത്തിന്റെ അവസാന ഭാഗത്തേക്കെത്തുകയാണ്. എന്താണ് യഥാർത്ഥത്തിൽ ജനകീയ ഭരണം? എന്താണ് രാഷ്ട്രീയത്തിനപ്പുറമുള്ള ആ വലിയ ലക്ഷ്യം? ഭരണത്തിലുള്ള വിശ്വാസം അതൊരു വാഗ്ദാനമല്ല, അതൊരു സിസ്റ്റമാണ്. നിങ്ങൾ നൽകുന്ന ഓരോ പരാതിയും കേൾക്കാനും അതിന് എന്ത് സംഭവിച്ചു എന്ന് നിങ്ങളെ അറിയിക്കാനും പരിഹാരം കാണാനും ഒരു സംവിധാനം. നിങ്ങൾ നൽകുന്ന നികുതിപ്പണം നിങ്ങളുടെയും നിങ്ങളുടെ കുട്ടികളുടെയും നല്ല ഭാവിക്കു വേണ്ടിയാണ് ഉപയോഗിക്കുന്നതെന്ന് ഉറപ്പുവരുത്തുന്ന ഒരു സംവിധാനം. ഈ വിശ്വാസത്തിന്റെ ഒരു പുതിയ രൂപമാണ് ഡേറ്റാ സംരക്ഷണം. ജനങ്ങളോടുള്ള ബഹുമാനം തുടങ്ങുന്നത് അവരുടെ സ്വകാര്യ വിവരങ്ങളെ ബഹുമാനിക്കുന്നതിലൂടെയാണ്. ഇന്ത്യയുടെ പുതിയ നിയമം പറയുന്നതും അതുതന്നെയാണ്. ജനങ്ങളുടെ അനുമതിയോടെ അവരുടെ നന്മയ്ക്കു വേണ്ടി മാത്രം ഡേറ്റ ഉപയോഗിക്കുക. അതാണ് സുതാര്യമായ ഭരണത്തിന്റെ ആധുനിക മുഖം. ഇവിടെ നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. തിരഞ്ഞെടുപ്പിൽ ജയിക്കുന്നത് അവസാനമല്ല, അതൊരു തുടക്കം മാത്രമാണ്.
ജനങ്ങളെ സേവിക്കാനുള്ള യഥാർത്ഥ പരീക്ഷണം തുടങ്ങുന്നത് അന്നു മുതലാണ്. ഓരോ ഡേറ്റാ പോയിന്റിന് പിന്നിലും ഒരു മനുഷ്യനുണ്ട്, ഒരു കുടുംബമുണ്ട്, അവരുടെ പ്രതീക്ഷകളുണ്ട്. ഓരോ 5 വർഷവും ആ പ്രതീക്ഷകളെ യാഥാർത്ഥ്യമാക്കാനുള്ള ഒരു അവസരമാണ്. ഇത് കേവലം ഒരു വിശകലനമല്ല, ഒരു പ്രവർത്തനത്തിനുള്ള ആഹ്വാനമാണ്. ജനങ്ങളെ കേന്ദ്രീകരിച്ചുള്ള ഒരു നേതാവായി മാറാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഈ സമീപനം നിങ്ങളുടെ മണ്ഡലത്തിൽ യാഥാർത്ഥ്യമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ blueprintstrategies.ai യുമായി ബന്ധപ്പെടുക. ഇമെയിൽ mgr@blueprintstrategies.ai അല്ലെങ്കിൽ വിളിക്കുക 0804-204-1602. രാഷ്ട്രീയത്തിനപ്പുറമുള്ള ലക്ഷ്യം.